തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച സമസ്ത ശതാബ്ദി സന്ദേശയാത്ര 18 കേന്ദ്രങ്ങൾ പിന്നിട്ട് ഇന്നലെ മംഗളൂരുവിൽ സമാപിച്ചു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നയിച്ച യാത്ര ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായി. അടുത്ത വർഷം ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് ജില്ലയിലാണ് സമസ്ത 100ാം വാർഷിക സമ്മേളനം നടക്കുക. മതസാഹോദര്യം കാത്തുസൂക്ഷിക്കുക, തീവ്രവാദ ആശയങ്ങളെ അകറ്റി നിർത്തുക, മതരാഷ്ട്രവാദത്തെ എതിർക്കുക, ഐക്യത്തിന്റെ സന്ദേശം പൊതുസമൂഹത്തോട് ഉണർത്തിയാണ് സമസ്ത ശതാബ്ദി സന്ദേശയാത്ര മംഗലാപുരത്ത് സമാപിച്ചത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച സന്ദേശയാത്ര മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. മലപ്പുറത്തെ പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ജിഫ്രി തങ്ങൾക്ക് തലപ്പാവ് അണിയിച്ചത് ലീഗ് സമസ്ത ഐക്യത്തിന്റെ സന്ദേശമായി മാറി. കഴിഞ്ഞ കാലങ്ങളിലും തലപ്പാവ് ഇങ്ങോട്ട് അണിയിച്ചിട്ടുണ്ട്, അങ്ങോട്ട് അണിയിച്ചിട്ടുണ്ട്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അതാണ് സമൂഹം, അതിനാണ് സമൂഹത്തിന്റെ അംഗീകാരം. കർണാടകയിൽ വീടുകൾ തകർത്ത സംഭവത്തിൽ സമസ്തയുടെ നിലപാട് പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ്. വികസനത്തിന് എതിരല്ല, എന്നാൽ മനുഷ്യർക്ക് കിടപ്പാടമില്ലാതാകുന്ന കാര്യത്തോട് സമരസപ്പെടാനാവില്ല. വികസനത്തിന്റെ പേരിൽ നിർദ്ധരായ മനുഷ്യരുടെ കിടപ്പാടം ഇല്ലാതെയാക്കുന്ന നടപടിയോട് സമരപ്പെടാനാവില്ലെന്നും സമസ്ത കേരള ജമിയത്ത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിട്ടാണല്ലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു തത്വം ഇർഹമുൽ മസാഖീൻ. മന്ത്രി PA മുഹമ്മദ് റിയാസ്, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ET മുഹമ്മദ് ബഷീർ MP തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളും ശതാബ്ദി സന്ദേശയാത്രയുടെ ഭാഗമായി. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിലാണ് 100ാം വാർഷിക സമ്മേളനം. സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചിലരുണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നതുകൂടെയായിരുന്നു ശതാബ്ദി സന്ദേശയാത്ര. ഒരു ഭാഗത്ത് വർഗീയതയും അനൈക്യവും ഒക്കെ കുടിലുകെട്ടുമ്പോൾ 100 വർഷം തികഞ്ഞ ഒരു മതസംഘടന ഐക്യത്തിന്റെ സന്ദേശമുയർത്തി മുന്നോട്ടു പോകുന്നത് ശ്രദ്ധേയമാണ്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.